എങ്ങനെയാണ് നമുക്കൊരു മെത്തേഡിനെ അല്ലെങ്കിൽ ഫങ്ഷനെ നമ്മുടെ ക്ലാസ്സിനുള്ളിൽ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ട്സൈഡ് ദ ക്ലാസ് എങ്ങനെ നമുക്കൊരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്യാം എന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾ തന്നെയാണ് വീണ്ടും നമ്മൾ ചെയ്യുന്നത്. അതായത് ഇൻസൈഡ് ദ ക്ലാസ് നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് അതേ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ഔട്ട്സൈഡ് ദ ക്ലാസ്സിന് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ വളരെ പെട്ടെന്ന് മനസ്സിലാകും. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നു. ആ ക്ലാസ്സിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്നായിരുന്നു. ആ സ്റ്റുഡൻറ്റ് ക്ലാസ് തന്നെയാണ് ഞാൻ ഇവിടെയും ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ആക്സസ് സ്പെസിഫയർ നൽകുന്നു പബ്ലിക്. ദെൻ ഇനി എന്താണ് എനിക്ക് നൽകേണ്ടത്, എൻ്റെ ഫങ്ഷൻ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എൻ്റെ ഫങ്ഷൻ void ഡെമോ എന്നുള്ളതാണ് എൻ്റെ ഫങ്ഷൻ. ഇത് ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നു. ഫങ്ഷൻ ഡിക്ലറേഷൻ. ഇനി നൽകേണ്ടത് ഫങ്ഷൻ ഡെഫിനിഷനാണ്. ഓക്കെ, ഈ ഫങ്ഷൻ ഡെഫിനിഷൻ ഔട്ട്സൈഡ് ദ ക്ലാസ്സിലാണ് ഞാൻ നൽകുന്നത്. അതായത് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റുഡൻറ്റ് ക്ലാസ്സിലല്ല ഞാൻ ഇതിനെ നിർവചിക്കാൻ പോകുന്നത്. അതായത് ഞാൻ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഔട്ട്സൈഡ് ദ ക്ലാസ്സിലാണ്. ഓക്കെ, അതിനായിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണ്, void, അതിനുശേഷം എൻ്റെ ക്ലാസ്സിൻ്റെ പേര്, ഇവിടെ എന്താണ് ക്ലാസ്സിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്നാണ്. അതിനുശേഷം ഞാനൊരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. എൻ്റെ പേരാണ് സ്കോപ്പ് റെസൊല്യൂഷൻ. 2 കോളനാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം എൻ്റെ മെത്തേഡിൻ്റെ പേര്, അതായത് അല്ലെങ്കിൽ ഫങ്ഷൻ്റെ പേര്, അതിവിടെ ഡെമോ ആണ്, കൊടുക്കുന്നു. ശേഷം ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ മെസ്സേജ് കൊടുക്കുന്നു, ഹലോ എന്നുള്ളത്. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതായത് എനിക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഫങ്ഷനിൽ വന്നു, എന്നിട്ട് ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് obj ഡോട്ട് എൻ്റെ മെത്തേഡിൻ്റെ പേര് ഡെമോ എന്നാണ്. അത് ഞാൻ കോൾ ചെയ്യും. ദെൻ ഫൈനലി റിട്ടേൺ ചെയ്യുന്നു, റിട്ടേൺ 0. ദെൻ സേവ് ചെയ്യുന്നു. നമുക്ക് ബിൽഡ് ചെയ്യാം. സക്സസ്ഫുള്ളായിട്ട് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഹലോ എന്ന് നമുക്കവിടെ ലഭിച്ചിരിക്കുകയാണ്.